നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്ട്രേഷൻ തവണകൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ, അതായത് പുതുക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നമുക്ക് നിഷ്പ്രയാസം ഇപ്പോൾ സ്പെഷ്യൽ റിന്യൂവൽ ഉപയോഗിച്ച് പുതുക്കാൻ സാധിക്കുന്നതാണ്. അത് എങ്ങനെയാണ് നമ്മൾ മൊബൈലിൽ ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. എൻ്റെ ഈ ഒരു കാർഡ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്ട്രേഷൻ നടത്തിയതിന്റെ കാർഡാണ്. ഈ കാർഡിന്റെ കാലാവധി 6-ാം മാസമായിരുന്നു. ഈ വർഷം 2023 6-ാം മാസമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഡിസംബർ ആയ സമയത്ത് 6 മാസത്തോളം ഇത് ഞാൻ റിന്യൂവൽ പുതുക്കാൻ വേണ്ടി വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ഇന്ന് പുതുക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. 2000 ജനുവരി 1-ാം തീയതി മുതൽ പുതുക്കിയിട്ടില്ലാത്തവർക്ക് ഇത് ഇപ്പോൾ പുതുക്കാൻ സാധിക്കുന്നതാണ്. അത് എങ്ങനെയാണ് പുതുക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിന് പ്രത്യേകം ചാർജ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. സിവിൽ സ്റ്റേഷനിലോ അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലോ പോയി ക്യൂ നിൽക്കേണ്ട ആവശ്യമില്ല. നിഷ്പ്രയാസം നമുക്ക് വീട്ടിലിരുന്ന് സൗജന്യമായി മൊബൈലിൽ പുതുക്കാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ മാത്രം മതി, അത് ഈ കാർഡിൽ ഉണ്ടാകും. അത് നോക്കി നമുക്ക് പുതുക്കാൻ സാധിക്കുന്നതാണ് സ്പെഷ്യൽ റിന്യൂവൽ എന്ന് പറയുന്ന ഈ ഒരു മാനദണ്ഡം ഉപയോഗിച്ച്. അപ്പോൾ എങ്ങനെയാണ് അത് പുതുക്കുന്നത് എന്നുള്ളത് നോക്കാം. ഞാൻ സൂരജ് ചോലക്കൽ, ഡാഡൂസ് കോർണർ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ റിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് മറന്നു പോവുകയോ തെറ്റിപ്പോവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ റിന്യൂവൽ ഉപയോഗിച്ച് പുതുക്കാൻ സാധിക്കുന്നതാണ്. അത് എങ്ങനെയെന്ന് നോക്കാം. 2 രീതിയിലാണ് നമുക്ക് സ്പെഷ്യൽ റിന്യൂവൽ ചെയ്യാൻ സാധിക്കുന്നത്. അതായത് ഒന്ന് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തും അതേപോലെ തന്നെ നമുക്ക് ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്ത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ വെബ്സൈറ്റിൽ പോയിട്ടും ചെയ്യാൻ സാധിക്കുന്നതാണ്. ആദ്യം തന്നെ നമ്മൾ ഗൂഗിൾ ക്രോമിൽ പോയിട്ട് സെർച്ച് ബാറിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യം കാണുന്ന employment.kerala.gov.in എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഇപ്പം നമ്മൾ ഈ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ നാഷണൽ എംപ്ലോയ്മെൻറ്റ് സർവീസ് കേരളം എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരുപാട് വാർത്തകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ജസ്റ്റ് സ്ക്രോൾ ചെയ്തിട്ട് പ്രത്യേക പുതുക്കൽ അവസരം ന്യൂ എന്ന് പറഞ്ഞ് ഇവിടെ ഒരു മെനു കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇനി അതല്ലെങ്കിൽ ഏറ്റവും മുകളിൽ സൈഡിലായിട്ട് കാണുന്ന 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ പ്രത്യേക പുതുക്കൽ എന്ന് പറയുന്ന ഒരു ഭാഗം ഉണ്ടാവും. അത് ക്ലിക്ക് ചെയ്തിട്ടും നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാനിവിടെ പ്രത്യേക പുതുക്കൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ജോബ് സീക്കർ സ്പെഷ്യൽ റിന്യൂവൽ എന്ന് കാണിക്കുന്നുണ്ടാവും. ഇവിടെ സെലക്ട് ഡിസ്ട്രിക്റ്റ് അടിച്ചു കൊടുക്കുക. നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്തു. എക്സ്ചേഞ്ച് ഏതാണ് എന്നുള്ളത് കൊടുക്കുക. ലോക്കൽ ബോഡി എന്ന് ചോദിക്കുന്നുണ്ട്. എവിടെയാണ് സ്ഥലം എന്നുള്ളത് അടിച്ചു കൊടുക്കുക. ഏതാണ് പഞ്ചായത്ത് എന്നാണ് ചോദിക്കുന്നത്. കുന്നമംഗലം പഞ്ചായത്ത് എന്നുള്ളത് സെലക്ട് ചെയ്തു. വാർഡ് ചോദിക്കുന്നുണ്ട്. വാർഡ് ഏതാണ് എന്നുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷം അത് അടിച്ചു കൊടുക്കുക. ഇപ്പോൾ രജിസ്ട്രേഷൻ നമ്പറാണ് ചോദിക്കുന്നത്. അത് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് കാർഡിൽ ഉണ്ടാകും. അത് നോക്കി ഇവിടെ അടിച്ചു കൊടുക്കുക. എക്സാമ്പിൾ ഇവിടെ പറയുന്നുണ്ട്. ഒന്നെങ്കിൽ ആദ്യം 2 എണ്ണം ഇയർ കൊടുക്കാം, 00 എന്ന് കാണിക്കുന്നത്. എന്നിട്ടൊരു ബാർ ഇട്ടതിന് ശേഷം ഏതാണോ രജിസ്ട്രേഷൻ നമ്പർ എന്ന് വെച്ചാൽ നിങ്ങളുടെ കാർഡിൽ നോക്കി ഇവിടെ അടിച്ചു കൊടുക്കാം. ഇനി അതല്ല W വരുന്നതാണെങ്കിൽ അത് അടിക്കേണ്ട ഫോർമാറ്റും ഇവിടെ പറയുന്നുണ്ട്. ആദ്യത്തെ വർഷം അടിച്ചു കൊടുത്തതിന് ശേഷം ബാർ ഇട്ടതിന് ശേഷം ആ സ്പെല്ലിംഗ് അടിച്ച് നിങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കാവുന്നതാണ്. ആദ്യത്തെ വർഷം ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്തു, ഒരു ബാർ ഇട്ടു. അതിനുശേഷം രജിസ്ട്രേഷൻ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ രജിസ്ട്രേഷൻ നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ജെൻഡർ സെലക്ട് ചെയ്യുന്നു. ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കലണ്ടറിൻ്റെ ഒരു ഫോട്ടോ വരും. പക്ഷേ നമുക്ക് കലണ്ടർ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത്. അത് ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുക്കുന്ന സമയത്ത് അവിടെ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നതാണ്. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. മൊബൈൽ നമ്പറും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ താഴെ കാണുന്ന ക്യാപ്ച തെറ്റാതെ ആ ഒരു കോളത്തിൽ അടിച്ചു കൊടുക്കുക.
അത് സ്മോൾ ലെറ്റർ ആണെങ്കിൽ സ്മോൾ ലെറ്റർ തന്നെ അടിച്ചു കൊടുക്കണം, തെറ്റിപ്പോവാൻ പാടില്ല. അത് അടിച്ചതിന് ശേഷം ഗെറ്റ് ഡീറ്റെയിൽസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മുടെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ടാവും. താഴെ സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നമ്മുടെ അഡ്രസ്സും റിന്യൂവൽ ഡ്യൂ ആയ ഡേറ്റും ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് ജൂൺ 2023 എൻ്റെ റിന്യൂവൽ ഡേറ്റ്. പക്ഷേ ഇതിപ്പോൾ ഡിസംബറായി. നമ്മുടെ രജിസ്ട്രേഷൻ നമ്പറും കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കുന്നുണ്ടാവും. ജസ്റ്റ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാവുന്നതാണ്. ഇനിയും നിങ്ങൾക്ക് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പോയി പുതുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓൺലൈനായിട്ട് തന്നെ മൊബൈലിൽ നിന്ന് തന്നെ സൗജന്യമായി ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് ജസ്റ്റ് ഡീറ്റെയിൽസ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. സ്പെഷ്യൽ റിന്യൂ എന്ന് കാണുന്ന ഏറ്റവും താഴെ കാണുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ആർ യു ഷുവർ എന്ന് ചോദിക്കുന്നുണ്ട്. ഓക്കെ കൊടുക്കുക. ഇപ്പോൾ സക്സസ്ഫുള്ളി കൺഫേംഡ് എന്ന് എഴുതി കാണിക്കുന്നുണ്ടാവും. ആൻഡ് ഇഫ് എനി ഡാറ്റ ഫൗണ്ട് ഇൻകറക്റ്റ് പ്ലീസ് വിസിറ്റ് ഡിസ്ട്രിക്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് കോഴിക്കോട് വിത്തിൻ 15/2/2024 മുമ്പായി നിങ്ങൾ ഈ ഒരു എക്സ്ചേഞ്ചിൽ പോയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ചെയ്യണമെന്നാണ് പറയുന്നത്. നമുക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ സ്പെഷ്യൽ റിന്യൂ ചെയ്തിട്ടുണ്ട്. ഇനി അത് വേണമെങ്കിൽ പ്രിൻ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രിൻ്റ് എടുക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ID കാർഡ് കാണണം എന്നുണ്ടെങ്കിൽ പ്രിവ്യൂ ID കാർഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. പ്രിവ്യൂ ID കാർഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ID കാർഡ് കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങളുടെ മൊബൈൽ ഫോണിലെ പ്ലേ സ്റ്റോർ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതുണ്ട്. പ്ലേ സ്റ്റോറിൻ്റെ സെർച്ച് ബാറിൽ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് കേരള എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ആപ്ലിക്കേഷൻ കാണിക്കും. ഇവിടെ 3E എന്ന് പറയുന്ന ഈ ഒരു സിമ്പിളുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ തന്നെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. മറ്റൊരുപാട് ആപ്ലിക്കേഷനുകൾ ഉണ്ടാവും, പക്ഷേ ഇത് തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. ഞാനിവിടെ ഇൻസ്റ്റാൾ കൊടുക്കുന്നു. 8 MB അടുത്ത് മാത്രമാണ് ഈ ഒരു ആപ്ലിക്കേഷൻ ഉള്ളത്. അത് ഇൻസ്റ്റാളിങ് കാണിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഓപ്പൺ കൊടുക്കുന്നു. ഇപ്പോൾ നിങ്ങൾക്ക് പ്രൈവസി പോളിസി ആൻഡ് ടേംസ് ആൻഡ് സർവീസസ് എന്ന് പറഞ്ഞ് ആപ്ലിക്കേഷനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ ഇവിടെ കാണിക്കുന്നുണ്ടാവും. അത് ജസ്റ്റ് സ്ക്രോൾ ചെയ്ത് താഴെ കാണുന്ന എഗ്രി എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ സെലക്ട് ഡിസ്ട്രിക്റ്റ് എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് ഏതാണ് എന്നുള്ളത് ചെക്ക് ചെയ്തതിന് ശേഷം അവിടെ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. കോഴിക്കോട് കൊടുത്തു. സെലക്ട് എക്സ്ചേഞ്ച് ചോദിക്കുന്നുണ്ട്. അതും ഇതുപോലെ തന്നെ സെലക്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു ഡിസ്ട്രിക്റ്റിലുള്ള എല്ലാ എക്സ്ചേഞ്ചുകളും ഇവിടെ കാണിക്കുന്നുണ്ടാവും. അതിൽ നിങ്ങളുടേത് ഏതാണ് എന്നുള്ളത് ചെക്ക് ചെയ്യുക. അതിനുശേഷം അത് ഓക്കെ കൊടുക്കുക. ഡിസ്ട്രിക്റ്റ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് കോഴിക്കോട് എന്നുള്ളത് ടിക്ക് കൊടുത്തു. മൊബൈൽ നമ്പർ ചോദിക്കുന്നുണ്ട്. ഇവിടെ മൊബൈൽ നമ്പർ നിങ്ങൾ ഇതിൻ്റെ മുമ്പേ നിങ്ങളുടെ എക്സ്ചേഞ്ചിൽ കൊടുത്ത നമ്പർ കയ്യിലില്ലെങ്കിൽ ഇപ്പോൾ നിലവിൽ നിങ്ങളുടെ കയ്യിലുള്ള മൊബൈൽ നമ്പർ അടിച്ചു കൊടുത്താലും മതി. ഞാൻ എൻ്റെ മൊബൈൽ നമ്പർ ഇവിടെ അടിച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം രജിസ്ട്രേഷൻ നമ്പർ ചോദിക്കുന്നുണ്ട്. ഇവിടെ 20 എന്ന് ഓൾറെഡി വന്നിട്ടുണ്ട്. അത് നിങ്ങളുടെ ഒരു കോഡാണ്. അതായത് കോഴിക്കോട് ഡിസ്ട്രിക്റ്റിൻ്റെ ഈ ഒരു എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൻ്റെ ഒരു കോഡാണ് കാണിക്കുന്നത്. അത് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റില്ല. ബാക്കിയുള്ളത് നിങ്ങളുടെ കാർഡിൽ നോക്കിയിട്ട് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടാവും. അത് ഇവിടെ അടിച്ചു കൊടുക്കണം. അതും അടിച്ചു കഴിഞ്ഞാൽ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്നുണ്ട്. അതിൻ്റെ സൈഡിൽ കാണുന്ന ആ ഒരു കലണ്ടറിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു കലണ്ടർ ഓപ്പൺ ആയി വരും. ഈ കലണ്ടറിൽ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനായി ഈ ഒരു ഇയർ കാണുന്ന ഈ ഒരു ഏരോ കീയിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമ്മുടെ ഇയർ സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. സ്ക്രോൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണും. ആ ഇയർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ 1987 എന്ന് പറയുന്ന ആ ഒരു വർഷത്തിൽ എത്തിയിട്ടുണ്ട്. പക്ഷേ ഡിസംബർ മാസമാണ് കാണിക്കുന്നത്. അത് മാറ്റുന്നതിന് വേണ്ടി ആ ഒരു ലൈനിൻ്റെ അവസാനം കാണുന്ന 2 ഏരോ കീ കാണാൻ സാധിക്കും. അതിൽ പിറകോട്ടുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നവംബറായി, ഒക്ടോബറായി, സെപ്റ്റംബറായി, ഓഗസ്റ്റ്, ജൂലൈ, ജൂൺ, മെയ്. മെയ് 8-ാം തീയതിയാണ് ഡേറ്റ് ഓഫ് ബർത്ത് 1987. അപ്പോൾ 8 എന്നുള്ള ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ ഡേറ്റ് ഓഫ് ബർത്തും വന്നിട്ടുണ്ട്.
ഗെറ്റ് OTP എന്നുള്ള ആ ഒരു ഗ്രീൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഗെറ്റ് OTP എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് OTP മൊബൈൽ നമ്പറിലേക്ക് വരുന്നതാണ്. അതിവിടെ അടിച്ചു കൊടുക്കുക. അത് അടിച്ചു കൊടുത്തതിന് ശേഷം താഴെ കാണുന്ന ഗോ ബട്ടൺ അമർത്തുക. ഇപ്പം നമുക്ക് ഇവിടെ കുറച്ച് മെനുകളൊക്കെ വന്നിട്ടുണ്ടാകും. റിന്യൂ രജിസ്ട്രേഷൻ, സ്പെഷ്യൽ റിന്യൂവൽ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാമത്തെ ഓപ്ഷനായിട്ടുള്ള സ്പെഷ്യൽ റിന്യൂവൽ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇപ്പം നമ്മൾ പുതുക്കി കഴിഞ്ഞിട്ടുണ്ട്. അണേബിൾ ടു പ്രോസസ് ജോബ് സീക്കേഴ്സ് നോട്ട് ലാപ്സ്ഡ് എന്ന് പറയുന്നുണ്ട്. അതായത് നമ്മൾ ലാപ്സ് ആയിട്ടില്ല, ഇപ്പോൾ ഓൾറെഡി പുതുക്കി കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അത് ഓക്കെ കൊടുക്കുന്നു. ഇനി അടുത്തതായിട്ട് എന്നാണ് പുതുക്കേണ്ടത് എന്നുള്ളത് കൂടി ഇവിടെ കാണിക്കുന്നുണ്ട്. 1/6/2026 ഇനി പുതുക്കിയാൽ മതി. നമുക്ക് ഓൺലൈനായിട്ട് തന്നെ പുതുക്കാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിൽ വളരെ നിഷ്പ്രയാസം തന്നെ നമ്മുടെ തെറ്റിപ്പോയ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് രജിസ്ട്രേഷൻ പുതുക്കാൻ സാധിക്കുന്നതാണ്. ഇതിന് യാതൊരുവിധ ചാർജും വരുന്നില്ല. വെറുതെ നമ്മൾ സീനിയോറിറ്റി നഷ്ടപ്പെടുത്തേണ്ട ആവശ്യമില്ല. നമുക്ക് നിഷ്പ്രയാസം മൊബൈലിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോകളാണ് നമ്മുടെ ചാനലിൽ വരുന്നത്. ഇനിയും ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഇത്തരത്തിലുള്ള നല്ല ഒരു അറിവുമായി വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.